ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗ്ലോ ചാം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. ഇന്ന് നമ്മൾ സ്റ്റെയറി നൈറ്റ് തീമുള്ള ജേർണൽ സപ്ലീസ് ആണ് ഉണ്ടാക്കുന്നത്. വാഷിംഗ് ടേപ്സ്, പാറ്റേൺ പേപ്പേഴ്സ്, ഫ്രെയിംസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. മെയിനായിട്ട് വേണ്ട സാധനം വെച്ചാൽ A4 ഷീറ്റ് 4-5 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വാട്ടർ കളർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല അടിച്ചു കൊടുക്കുക കേട്ടോ. ബ്ലൂ കളറാണ് നമ്മൾ അടിക്കുന്നത്. ലൈറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ ലൈറ്റ് ആവും. എന്നിട്ട് ഈ ഫസ്റ്റ് പേപ്പർ എന്താ വെച്ചാൽ ക്രഷ്ഡ് തീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ഇനി നമുക്ക് സെക്കൻഡ് പാറ്റേൺ പേപ്പർ നോക്കാം. ഇതെന്ന് വെച്ചാൽ പഴയ ഏതൊരു ബുക്ക് എടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കീറി എടുക്കുക ഒരു പേപ്പർ. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലൂ കളർ അടിച്ചു കൊടുക്കുക. ഞാനിത് അടിക്കുന്നതിന് മുന്നേ തന്നെ അതിൽ എന്തോ ഒരു കളർ ഉണ്ടായിരുന്നു, ഒരു യെല്ലോയിഷ് വിൻറ്റേജ് ടച്ചുള്ള. അപ്പം ബ്ലൂ കളർ അടിച്ചു കൊടുത്തപ്പം വേറെ എന്തോ ഒരു കളറായിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കീറി കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ പേപ്പർ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ എന്താ വെച്ചാൽ ഡാർക്ക് കളർ ബ്ലൂ കൊടുക്കുക. ഒരു സ്കൈൻ്റെ ടച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കളർ ബ്ലൂ കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന സ്റ്റാറും കുറേ മൂണൊക്കെ വരയ്ക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ പെന്നോണ്ട് ചെയ്യുമ്പോൾ കുറച്ച് പണി തന്നെയാണ്. കുറേ സ്റ്റാറും കുറേ ഇങ്ങനെ കുത്തൊക്കെ ഇടാൻ കുറേ നല്ല പണി തന്നെയാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് പെയിൻ്റ് എടുത്തും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സെയിം ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ബ്ലൂവിൻ്റെ. അന്ന് നമ്മൾ സണ്ണും മൂണും വരുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഗിൽട്ടർ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗിൽട്ടർ ആഡ് ചെയ്യലും പ്രശ്നമൊന്നുമില്ല. പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് വൈറ്റ് കളറും യെല്ലോ കളറൊക്കെ ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ 4 പാറ്റേൺ പേപ്പേഴ്സ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ആട്ടോ. അടുത്തത് വാഷിംഗ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് A4 ഷീറ്റ് 4 സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ പല ഷെയ്ഡായിട്ട് കൊടുത്തു. ബ്ലൂ, ലൈറ്റും ഡാർക്കൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബൈക്ക് പോയ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. എനിക്ക് ബൈക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. നേരെ കൊണ്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് ഗിൽട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് വാഷിംഗ് ടേപ്പ് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡിൽ ഞാൻ കുറച്ച് 3 വരച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു വാഷിംഗ് ടേപ്പ്. ഒരെണ്ണം ഞാൻ പ്ലെയിൻ ആക്കിയിട്ട് വിടുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ക്ലിപ്പ് എവിടെയോ ആയിപ്പോയി, ഡിലീറ്റ് ആയോ എനിക്കറിയില്ല. പക്ഷെ അത് കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ 4 വാഷിംഗ് ടേപ്സ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതായിരുന്നു ഗൈസ്. പക്ഷെ വരച്ചിട്ട് കളർ അടിക്കാൻ തുടങ്ങിയപ്പോൾ തീരെ രസമല്ലായിരുന്നു കാണാൻ. എന്തോ പോലെ ഉണ്ടായിരുന്നു. നമ്മളെ കളറൊന്നും അങ്ങനെ ബ്ലെൻഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇനി നമുക്ക് പുതിയ പേപ്പർ എടുത്ത് ജസ്റ്റ് വാട്ടർ കളർ വെച്ചിട്ട് പല ഷേപ്സ് വരച്ചു കൊടുക്കുക. റൗണ്ടും ക്ലൗഡ്സും അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഞാൻ അങ്ങനെ കുറച്ച് മൂണും ക്യാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ട്രീ ഒക്കെ ആയിട്ട് അങ്ങനെ പലതും ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നൈറ്റ് തീമായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് കുറച്ച് ഡാർക്ക് കളർ അതിൻ്റെ ബോർഡറിൽ കൊടുക്കുക. പിന്നെ പെന്നോണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനും ചെയ്ത് കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള സംഭവം കിട്ടും. കുറേ അധികം സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാൻ ഈ സ്റ്റിക്കേഴ്സിൽ കുറച്ച് റൈറ്റിങ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഫുള്ള് ചെയ്ത ശേഷം. അടുത്ത് നമുക്ക് ജേർണൽ ഫ്രെയിംസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പേപ്പർ കോപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് നമുക്ക് ലോക്ക് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അതിൽ ഇട്ടിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് 4 എണ്ണം അങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. ഇത് ഫ്രെയിംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നടുവിൽ ജസ്റ്റ് കീറി കൊടുക്കണം. വൈറ്റ് സ്പേസ് ഉള്ള സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തെർമോക്കോൾ കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത് വെച്ച് ചെയ്ത ശേഷം മെല്ലെ കീറാൻ നോക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുമ്പോൾ കീറിപ്പോവും കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ 2-3 എണ്ണം കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഉണ്ടാക്കിയ 4 ഫ്രെയിംസ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് കാണാം. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. 4 വാഷിംഗ് ടേപ്പ് ഉണ്ട്, ഒന്ന് എഴുതിയതുണ്ട്, ഒന്ന് പ്ലെയിൻ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല, അതാണിത്. പിന്നെ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഈ ഒരു മൂണിൻ്റെ ഉണ്ട്. പിന്നെ ഈ 4 പാറ്റേൺ പേപ്പേഴ്സാണ്. ഈ ഒരു സണ്ണ്, മൂണ്, പിന്നെ ഒരു ക്രഷ്ഡ് തീമുണ്ട്, പിന്നെ കുറച്ച് സ്റ്റാർസ് ഇതൊക്കെ ആയിട്ടുള്ള. പിന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് കണ്ടോ, പലതും ഉണ്ട്. പിന്നെ കൊളായത് ഒരെണ്ണം ഞാനത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സപ്ലൈസ് വെച്ചിട്ട് ജേർണൽ ചെയ്യാം. നമുക്ക് ലിമിറ്റഡ് സപ്ലൈസേ കയ്യിലുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് വെച്ച് നമുക്ക് ജേർണൽ ചെയ്യാം കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കീറി ഒട്ടിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ അടുത്ത പേപ്പർ കീറി ഒട്ടിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ജേർണൽ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേപ്പർ എടുത്ത് ഒട്ടിക്കുക. അപ്പം നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ജേർണലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി ഗൈസ്. എല്ലാം എനിക്കിഷ്ടമായി. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമുള്ളൊരു ജേർണലായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.